മരണത്തിന്റെ നിശബ്ദതയിൽ ലോകം മൂടപ്പെട്ടു. പ്രതീക്ഷകൾ തകർന്നു. ശിഷ്യന്മാർ ഭയത്തിൽ ഒളിച്ചു. കല്ലറയുടെ വാതിലടഞ്ഞപ്പോൾ മനുഷ്യരുടെ പ്രതീക്ഷയും അടഞ്ഞുപോയി. പക്ഷേ ആ ഇരുട്ട് നീണ്ടു നിന്നില്ല. കാരണം അത് സാധാരണ ഒരു കഥയുടെ അവസാനമല്ലായിരുന്നു. അതായിരുന്നു പുതിയ ഒരു ആരംഭം. മരണത്തെ ജയിച്ച് പാപത്തെ കീഴടക്കി ലോകത്തിന് ജീവൻ നൽകാൻ അവൻ ഉയർത്തെഴുന്നേറ്റു. അമ്മേ, ഞാൻ അവിടുത്തെ കല്ലറയിൽ പോയിട്ട് വരാം. അമ്മ വരുന്നുണ്ടോ? ഇല്ല, ഞാൻ വരുന്നില്ല. യോഹന്നാൻ ഞങ്ങളുടെ കൂടെ വരുമോ? ഇല്ല, അമ്മയെ ഒറ്റയ്ക്കാക്കി ഞാൻ വരുന്നില്ല. നിങ്ങൾ പോയിട്ട് വരൂ, ഞങ്ങൾ അമ്മയ്ക്ക് കൂട്ടിരിക്കാം. നിങ്ങൾ ആരും വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പോയിട്ട് വരാം. മറിയം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അവിടത്തെ സംസ്കരിച്ചിരിക്കുന്ന കല്ലറ അടച്ചിരിക്കുന്നത് വലിയൊരു പാറ ഉപയോഗിച്ചല്ലേ? നമ്മളെ കൊണ്ടത് മാറ്റാൻ സാധിക്കുമോ? എനിക്കും ആ കാര്യത്തിൽ ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ യോഹന്നാനോട് വരാൻ പറഞ്ഞത്. നിങ്ങൾ ആരും വന്നില്ലെങ്കിലും ഞാൻ പോകും. എന്റെ ദൈവമേ, നിന്റെ ശരീരം അവർ എങ്ങോട്ട് എടുത്തുകൊണ്ടുപോയി? മരണത്തിനപ്പുറവും നിന്നെ ആദരിക്കുന്നതിനും ഒന്ന് കാണുന്നതിനുമായിട്ടാണ് ഞാൻ വന്നത്. എന്നാൽ ഈ കല്ല് അത് മാറ്റപ്പെട്ടിരിക്കുന്നു. നിന്റെ ശരീരം ഇവിടെ കാണാനുമില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും അവർക്ക് മതിയായില്ലേ? ക്രൂശിച്ചിട്ടും അവർക്ക് പക തീർന്നില്ലേ? നീ പോയ വഴികളിൽ കരഞ്ഞ് സൗഖ്യം സ്വീകരിച്ചവരും വാക്കുകൾ കേട്ട് ഓടിക്കൂടിയ ആൾക്കൂട്ടവും രഹസ്യത്തിൽ നിന്നെ കാണാനെത്തിയ ജനപ്രമാണികളും പോയി മറഞ്ഞു. വന്നിച്ചോശാന പാടിയവർ നിന്നിച്ചു ക്രൂശിച്ചിട്ടും തീരാത്ത ഈ പക എന്തിനായിരുന്നു? എനിക്ക് നിന്റെ സ്വരം ഒന്ന് കേട്ടാൽ മതി കർത്താവേ. നിന്റെ മൃതശരീരമെങ്കിലും ഒന്ന് കണ്ടാൽ മതി. നിന്നെ എവിടെയാണ് വെച്ചിരിക്കുന്നത്? സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? പ്രഭു, അങ്ങ് അവൻ എടുത്തുകൊണ്ടുപോയെങ്കിൽ എവിടെ വച്ചു എന്ന് എന്നോട് പറയുക. ഞാൻ അവൻ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം. മറിയം. റബ്ബോനി, എൻ്റെ ഗുരുവേ. പരദേവനഹോ നമുക്ക് പരിത്രാണനത്തിനധിപൻ, മരണത്തിൽ നിന്നൊഴിവു കർത്തനാം അഖില ശക്തനിൻ തിരുകരത്തിലുണ്ടനിശമീ. ഈ പരദേവനഹോ നമുക്ക് പരിത്രാണനത്തിനധിപൻ, മരണത്തിൽ നിന്നൊഴിവു കർത്തനാം അഖില ശക്തനിൻ തിരുകരത്തിലുണ്ടനിശമീ. പരദേവനഹോ നമുക്ക് നാഥനതേ തന്നരികളിൽ, നാഥനതേ തന്നരികളിൽ, വൻ തലയെ തകർക്കും പിഴച്ച
പിഴച്ചു നടക്കുന്നവന്റെ മുടികൾ വൻ തലയെ തകർക്കും പിഴച്ചു നടക്കുന്നവന്റെ മുടികൾ മൂടിയ നെറുകയെ തന്നെ മുടിക്കും ആദിനാഥനോട് ചെയ്തതാ മനുഷ്യൻ